ഞാൻ സ്നേഹത്തോടെ തയ്യാറാക്കിയത് ദൈവകൃപയാൽ നയിക്കപ്പെട്ടത് എൻ്റെ അടുക്കളയിൽ നിന്നും നിങ്ങളുടെ ഹൃദയത്തിലേക്ക്. അപ്പൊ നമുക്കുണ്ടല്ലോ ഇന്ന് എപ്പോഴും നമ്മൾ ഈ പയറൊക്കെ അല്ലേ തോരൻ വെക്കുന്നത്, ഉണക്കപ്പയറൊക്കെ. നമുക്കിന്ന് ഒരു മുതിര തോരൻ വെക്കാം കേട്ടോ. മുതിര സാധാരണ ചൂടാണെന്നാണ് പറയുന്നത്. ഈ കോൾഡൊക്കെ ഉള്ള സമയത്ത് പിള്ളേർക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും കോൾഡൊക്കെ മാറാനായിട്ടൊക്കെ നല്ലതാണ് മുതിരയുടെ സൂപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നത്. സൂപ്പ് കഴിച്ചാൽ അത് വേറൊരു ദിവസം ചെയ്യാം കേട്ടോ. മുതിര കൊണ്ട് സൂപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന മുതിര ഇതാണ്. ഇതൊരു ബ്രാൻഡിന്റെ പ്രൊമോഷനൊന്നും അല്ല, ഞാൻ ഈ മുതിര ഉപയോഗിക്കുന്നതെന്ന് ജസ്റ്റ് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് മുതിര വേകുന്നതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതായത് മുതിര നികന്ന് കിടക്കാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിത് കുക്കറിലാണ് വേവിക്കുന്നത് കേട്ടോ. ഒത്തിരി വെള്ളം ആയി കഴിഞ്ഞാൽ മുതിര വെന്ത് കഴിയുമ്പോഴും വെള്ളം ഇതുപോലെ നികന്ന് കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അതിലേക്ക് ഇനി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് വേവിക്കാൻ വെക്കാം. അപ്പം മുതിരയിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെച്ചിട്ടുണ്ട്. ഈ മുതിര ഉണ്ടല്ലോ ഇന്നലെ ഞാൻ വെള്ളത്തിലിട്ടതാണ്. ഇന്ന് കഴുകി വാരി വെള്ളത്തിലിട്ട് വെച്ചത്. എന്നാലാണ് ഇന്ന് നമുക്ക് വേവിക്കാനായിട്ട് എളുപ്പമാണ്. തലേദിവസം കിടക്കുന്നതിന് മുമ്പ് വെള്ളത്തിലിട്ട് വെക്കുവാണെങ്കിൽ മുതിര ഒന്ന് കുതിർന്നോളും. എന്നാന്ന് വെച്ചാൽ അത് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന വൻപയറിനേക്കാളെല്ലാം ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു സാധനമാണ് മുതിര. അതുകൊണ്ട് തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെക്കുവാണെങ്കിൽ നന്നായിരിക്കും. അല്ലെങ്കിൽ അപ്പം തന്നെ ഉണ്ടാക്കുന്നവരും ഉണ്ട്. ഞാൻ തലേദിവസം സാധാരണ വെള്ളത്തിലിട്ട് വെക്കാറാണ് പതിവ്. അപ്പം നമ്മുടെ മുതിര ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഉലർത്തിയെടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെക്കണേ. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. വറ്റൽമുളക് പതിയെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിയും കരിയാപ്പിലയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കടന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ കേട്ടോ. ഇതെല്ലാം നന്നായി മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലേക്കുണ്ടല്ലോ ഒരു ചെറിയ സ്പൂൺ മുളക് ചതച്ചത് ചേർത്തിട്ടുണ്ട്. ശ്രദ്ധിക്കണം, പിള്ളേരൊക്കെ ഉള്ളതാണെങ്കിൽ വളരെ കുറച്ച് ഇടാവുള്ളൂ. മുളക് ചതച്ചതിന് നല്ല എരിവ് ഉണ്ടാകും കേട്ടോ. ഇത്രയും മൂത്താൽ മതി കേട്ടോ. ഒത്തിരി അങ്ങ് മൂത്ത് കരിഞ്ഞു പോകണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ആ വെള്ളത്തോട് കൂടി തന്നെ ചേർക്കണം കേട്ടോ. എന്നാലും ഉള്ളൂ അത് ഈ നമ്മുടെ മസാലയും അതും എല്ലാം കൂടി ഒന്നിച്ച് മിക്സായി വരുമ്പോൾ ഒരു ഗ്രേവി, അതായത് ഒത്തിരി ഡ്രൈ ആയി പോകുന്ന ചീത്തയാണ് മുതിര തോരൻ വെക്കുന്നത്. ഇങ്ങനെ ഇരിക്കണം. അതുകൊണ്ട് ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനുണ്ടല്ലോ ആ വെള്ളത്തോട് തന്നെ പയർ ഇങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പയർ ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് ഉലർന്ന് വരണം കേട്ടോ. കുറച്ച് സമയം നമുക്കൊന്ന് ഇതിനകത്ത് തന്നെ ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഉലർത്തിയെടുക്കാം. അപ്പം നമ്മുടെ മുതിര തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുകൊണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി നല്ലൊരു കുഴഞ്ഞ പാകത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നല്ല ഗുണമുള്ള സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.